കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കോട്ടയം ഏറ്റുമാനൂർ UGF സിനിമാസിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. തിയേറ്റർ പൂട്ടി എന്നൊരു വാർത്ത വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയായിരുന്നു. ഏറ്റുമാനൂർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ചും ഒക്കെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയായിരുന്നു നമ്മുടെ UGM സിനിമാസ് പൂട്ടി എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ്. അത് മാത്രമല്ല കോട്ടയം ജില്ലയിൽ തന്നെ വളരെ മികച്ച ഒരു തിയേറ്റർ കൂടിയാണ് നമ്മുടെ UGM സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു തിയേറ്റർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ആ ഒരു ടൈം ഫ്രെയിം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്ട് ഒരു 4-4.5 വർഷം, ആ ഒരു സമയം കൊണ്ട് തന്നെ തിയേറ്റർ പൂട്ടി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയും മികച്ച ഒരു തിയേറ്റർ ബിൽഡിംഗ് പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പം കഴിഞ്ഞ ഒരു നിങ്ങൾ കണ്ടു കാണല്ലോ, നമ്മൾ തിയേറ്ററിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് പൊളിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ തിയേറ്റർ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ ഒരു വിശദീകരണമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിശദമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ആ ഒരു മെയില് കൃത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ അവിടെ ഇവിടെയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ നടൻ പൃഥ്വിരാജ് അദ്ദേഹം നമ്മുടെ UGM സിനിമാസിന് കൊടുത്ത ഒരു വിഷ് വീഡിയോ ഉണ്ട്. അതായത് തിയേറ്റർ ഇനാഗുറേഷൻ ചെയ്ത സമയത്ത് കൊടുത്ത ഒരു വിഷ് വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആരൊക്കെയാണ് ഈ ഒരു തിയേറ്ററിന്റെ ഓണേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അമർ അക്ബർ ആന്റണി എന്ന ഞാനും കൂടി അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാക്കളായ UGM പ്രൊഡക്ഷൻസും ശ്രീ ആൽവിൻ ആന്റണിയും ചേർന്ന് തുടങ്ങുന്ന UGM സിനിമാസ് എന്ന ഏറ്റവും പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ വായിക്കാനായിട്ട് പോകുന്നേ കൃത്യമായിട്ട് ആ ഒരു മെയിൽ നമുക്ക് വന്ന ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നൊരു മെയിലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യമാണ് കേട്ടോ. കൃത്യമായിട്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ്. യെസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു പാർട്ട്നേഴ്സ് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ പൂട്ടി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തവരും അതുപോലെ തന്നെ തിയേറ്റർ ഇരിക്കുന്ന സ്ഥലത്തെ ഉടമയും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ രണ്ട് ടീമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു ടീം ഇപ്പുറ സൈഡില് ഈ ഒരു സ്ഥലത്തിന്റെ ഉടമ കേട്ടോ. ഞാൻ ബാക്കി വായിക്കാം. ഇവർ NRI ആയതുകൊണ്ട് തന്നെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ UGM പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ, അവരുടെ കാര്യമാണ് പറയുന്നത്. ഇവർ NRI ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടാകത്തില്ല. UGM പ്രൊഡക്ഷൻ ഉള്ള സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും അതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ വരൂ. അതായത് ഇവര് ഉണ്ടാകുന്നത് UGM പ്രൊഡക്ഷൻസ് ആണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാര്. അപ്പൊ അവര് സ്ഥലത്തുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലാൻഡ് ഉടമയും പുറത്താണ്. അപ്പൊ രണ്ടുപേരും പുറത്താണെന്നാണ് പറയുന്നത്. ആയതിനാൽ ഈ ഭൂമി ഉടമസ്ഥന്റെ പവർ ഓഫ് അറ്റോർണി നാട്ടിലുള്ള വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും അല്ലേ? അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത UGM പ്രൊഡക്ഷൻസ് കേരളത്തിൽ വല്ലപ്പോഴും ഒക്കെ വരുത്തോളെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ടല്ലോ, അദ്ദേഹം കേരളത്തിന് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്നത് വേറൊരു വ്യക്തിക്കാണ്. ഈ ലാൻഡ് ഓണർ പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്നത് വേറൊരു വ്യക്തിക്കാണ്. ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നിയമപരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത്. നമ്മളെ തുറുപ്പുകുലാൽ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനകത്ത് നമ്മുടെ മമ്മൂട്ടി അദ്ദേഹം ഒരു ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം നടത്തിപ്പവകാശത്തിന് വേണ്ടിയിട്ട് വരുന്ന സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതാണ് സംഭവം. അതായത് ഇതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മള് കേരളത്തിന് പുറത്താണ്, അതായത് നമ്മുടെ NRI ആണ്, പ്രവാസിയാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രായമായി അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വിശ്വസ്തനായ ഒരാള്, അത് എടുത്തു പറഞ്ഞ ഒരു വാക്കാണ്. അതായത് ഏറ്റവും വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തനായ ഒരാൾക്ക് നമ്മൾ നമ്മുടെ സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന്റെ ഒരു നടത്തിപ്പികാവകാശം പൂർണ്ണമായിട്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടത്തുന്ന ആള്, അതായത് ഈ അറ്റോർണി എന്ന് പറയുന്ന ആള് എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു ബാധ്യത നമുക്കും വരും. നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കും വരും എന്നൊരു വസ്തുത ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലോയലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു നടത്തിപ്പവകാശം കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരും. അപ്പൊ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UGM പ്രൊഡക്ഷൻസ് ഇപ്പുറത്തെ ഒരു സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ടീം, ഇപ്പുറത്തെ സൈഡിൽ ലാൻഡ് ഓണർ. ഈ ലാൻഡ് ഓണർ അതിന്റെ പവർ ഓഫ് അറ്റോർണി നാട്ടിലുള്ള വേറെ ആൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്ത് ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധ്യവയസ്കനെ ഒരാൾ ആക്രമിച്ച ഒരു വാർത്തയാണ്. കുറേയധികം പത്രവാർത്തയുടെ ക്ലിപ്പിംഗ്സുകളൊക്കെ, അതായത് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ മെയിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ
ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ് ഇതിന്റെ മുതലാളി എന്ന് പറഞ്ഞ് നാട്ടിൽ വിലസിയിരുന്നത് 4 വർഷമായിട്ട്. അങ്ങനെയാണ് ഈ മെയിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും ഇദ്ദേഹമാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. സാമ്പത്തികമായ ഇടപാട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിൽ അവസാനം അടിപിടിയിൽ കലാശിച്ചു. ഇനി ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ മാത്രമേ തിയേറ്റർ തുറക്കൂ എന്നാണ് ഇപ്പം ഈ ഒരു മെയിലിൽ പറഞ്ഞേക്കുന്നത്. കുറച്ചു പേരുടെ പറയുന്നുണ്ട്, താങ്കൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യം അറിയാൻ വിളിച്ചപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. സിനിമയില്ല, തിയേറ്റർ പൊളിക്കും എന്ന് പറയാൻ ഇദ്ദേഹം ഇതുവരെ ബന്ധപ്പെട്ട, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല എന്നാണ് ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കുറേയധികം ക്ലാരിറ്റി എനിക്ക് വരാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരിച്ച് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസ്പോൺസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫർദർ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ആ ഒരു വാർത്തയുടെ കാര്യങ്ങളെ പറഞ്ഞേക്കാം. ഇതിനകത്ത് കുറെ വാർത്ത എന്ന് പറയുന്നുണ്ടല്ലോ. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് മധ്യവയസ്കനെ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്നാണ്. അതായത് കരിങ്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നൊക്കെയാണ് ആ വാർത്തയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ കോട്ടയം എഡിഷൻ ന്യൂസ് പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാർത്തയുണ്ട്. 3-4 ന്യൂസ് പേപ്പറിന്റെ ഫോട്ടോസാണ് എനിക്ക് പുള്ളി ഇതിനകത്ത് ഈ മെയിലിനകത്ത് അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ആളെ ഇപ്പം ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ ഒരു വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ദേഹോപദ്രവത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അപ്പം അത് നമുക്ക് അങ്ങനെ മാറ്റാം. അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാര്യം ഇത്രയും നല്ലൊരു തിയേറ്റർ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോവുക, അതായത് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ക്ലോസ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും അത് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കുക, ഗംഭീരമായിട്ട് പ്രവർത്തിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായ മേഖലയാണ് ഈ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ആ ചുറ്റുപാടുള്ള നാട്ടുകാർക്ക് വളരെ മികച്ച സ്പെസിഫിക്കേഷനോടുകൂടി സിനിമ കാണാൻ പറ്റും എന്നാണ്. 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണല്ലോ. അപ്പോൾ അത്രയും മികച്ചൊരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം പല സിറ്റികളിലൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും 2K പ്രൊജക്ഷൻസും ഡോൾബി ഡിജിറ്റലും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഏറ്റുമാനൂരിലെ ആ ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ മാത്രമേ ഇനിയിപ്പോൾ തിയേറ്റർ തുറക്കുന്ന ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഉള്ളതെന്നാണ്. അപ്പോൾ ഈ പവർ ഓഫ് അറ്റോർണി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു കാലാവധിയൊക്കെ ഉണ്ട്. ആ ഒരു കാലാവധി തീരുന്ന സമയത്ത് ഈ ഒരു പവർ ഓഫ് അറ്റോർണി അസാധുവാകും. യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയൊക്കെ നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിയമപരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരട്ടെ. ഈ ദേഹോപദ്രവത്തിലേക്കൊക്കെ പോയത് കുറച്ച് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ടായിരുന്നു അല്ലേ. യെസ്. അപ്പം അത് നമുക്ക് നോക്കാം. നിയമത്തിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങളല്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനി അത് കോടതിയുടെ ഭാഗമാണ്. യെസ്. അപ്പോൾ ഞാൻ നിർത്തുവാണ് കേട്ടോ. അപ്പം ഇതിന്റെ ഫർദർ അപ്ഡേറ്റുകൾ ചിലപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ അറിയിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.